ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇനി നമ്മുടെ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷനായ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചുമ്മാ മോൺസ്റ്റർ കില്ലിംഗ് പ്രൊജക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ അതൊന്ന് സ്ട്രോങ് അറ്റാക്ക് ഫങ്ഷനാലിറ്റിയും കൂടി യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ നോർമൽ അറ്റാക്കാണ് കിടക്കുന്നത്. നമുക്ക് നമ്മുടെ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ സ്ക്രീൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് അറ്റാക്ക് ഉണ്ട് അടുത്ത ബട്ടൺ. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, അറ്റാക്ക് കുറച്ചുകൂടിയും കൂട്ടിയിട്ട് ഗെയിം കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. സോ നോർമൽ അറ്റാക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. ബട്ട് ഗെയിം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, സോ യൂസർ സ്ട്രോങ് അറ്റാക്ക് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്താ വെച്ചാൽ മോൺസ്റ്ററിന് കൂടുതൽ ഡാമേജ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി വെൻഡർ.js നമുക്ക് ഓൾറെഡി സ്ട്രോങ് അറ്റാക്ക് ബീറ്റ് ചെയ്യുന്നത് നമുക്ക് ഡോം കിട്ടുന്നുണ്ട് ബട്ടൻ്റെ. സോ ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആഡ് ബട്ടണിന് ശേഷം ഞാനിവിടെ പറയുകയാണ് സ്ട്രോങ് ബട്ടൺ ഡോട്ട് ആഡ് ഇവൻറ്റ് ലിസ്ണർ. എന്നിട്ട് ഞാൻ ക്ലിക്ക് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ സ്ട്രോങ് അറ്റാക്ക് എഫ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാം. നമുക്ക് തെറ്റിപ്പോയതാ. ഓക്കെ, നമ്മൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു. സോ സ്ട്രോങ് അറ്റാക്ക് ലോജിക്ക് ബേസിക്കലി സെയിം പോലെ തന്നെയാണ്, നോർമൽ അറ്റാക്ക് പോലെ തന്നെയാണ്. ബട്ട് ഡാമേജ് എമൗണ്ട് കുറച്ച് കൂട്ടും. സോ ഇനീഷ്യലി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു വേരിയബിൾ സ്ട്രോങ് അറ്റാക്കിന് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നോർമൽ അറ്റാക്ക് വാല്യൂ നമ്മൾ 10 കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഡാമേജ് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു വേരിയബിൾ യൂസ് ചെയ്യാണ്. കോൺസ്റ്റ് സ്ട്രോങ് അറ്റാക്ക് വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തു. അത് ഞാൻ തൽക്കാലം ഒരു 17 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ കോഡ് ഞാൻ അങ്ങനെ തന്നെ കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അറ്റാക്ക് വാല്യൂന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രോങ് അറ്റാക്ക് വാല്യൂ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, നമുക്ക് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാക്ക് നമ്മൾ തോൽക്കൊണ്ടിരിക്കുക, നമുക്ക് സ്ട്രോങ് അറ്റാക്ക് യൂസ് ചെയ്യാം. സ്ട്രോങ് അറ്റാക്ക് യൂസ് ചെയ്തിട്ട് അവരെ ജയിക്കുന്നത്. ഓക്കെ, നോർമൽ അറ്റാക്ക് യൂസ് ചെയ്യുന്നു, നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നു നോർമൽ അറ്റാക്ക്. അപ്പോൾ നമ്മൾ സ്ട്രോങ് അറ്റാക്ക് യൂസ് ചെയ്തിട്ട് ഡ്രോ മാച്ച് ചെയ്യാത്. സിമ്പിൾ. അറ്റാക്ക് യൂസ് ചെയ്തു നമുക്ക് പണി കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രോങ് അറ്റാക്ക് യൂസ് ചെയ്തിട്ട് പിന്നെ ഡ്രോ മാച്ച്. നൈസ്. സോ നല്ല പരിപാടിയാണത്. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അറ്റാക്കിലും നമ്മുടെ 2 ഫംഗ്ഷൻ എഴുതി, അറ്റാക്ക് എഫിന് എഴുതി, സ്ട്രോങ് അറ്റാക്ക് എഫിന് എഴുതി. സോ ഈ 2 ഫംഗ്ഷനിലും സെയിം കോഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ കോഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും നമ്മൾ. സോ നോർമൽ അറ്റാക്ക് യൂസേഴ്സ് അറ്റാക്ക് വാല്യൂ ആണെങ്കിൽ നമ്മൾ സ്ട്രോങ് അറ്റാക്ക് ഫംഗ്ഷനിൽ സ്ട്രോങ് അറ്റാക്ക് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി ഫുൾ ലോജിക്കും മോഷൻ ഹിറ്റ്, പ്ലെയർ ഹിറ്റ്, പിന്നെ വിൻ ഓർ ലോസ് ചെക്ക് എല്ലാം തന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ സെയിം കോഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഭയങ്കര കോഡ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. സോ ഡ്യൂപ്ലിക്കേഷൻ കോഡ് നമ്മൾ ഭയങ്കര തലവേദനയാണ് ഇനി അങ്ങോട്ടേക്ക് ഫ്യൂച്ചറിൽ പോകുമ്പോൾ. സോ നമുക്ക് ഇനി എന്താ വെച്ചാൽ, നമ്മുടെ ഈ കോഡ് ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റീയൂസബിൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം ഇവിടെ തൽക്കാലം. റീയൂസബിൾ ഫംഗ്ഷനായിട്ട് ഫംഗ്ഷൻ നമുക്ക് അറ്റാക്ക് മോൺസ്റ്റർ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഒരു മോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ മോഡ് അനുസരിച്ചിട്ട് നമുക്ക് ഡാമേജ് ചെക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എഴുതാണ് ലെറ്റ് ഒരു നമ്മൾ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ലെറ്റ് ഒരു അറ്റാക്ക് വാല്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാക്ക് വാല്യൂ എന്ന് പറഞ്ഞു എഴുതാം നമുക്ക്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എഴുതാണ് ഇഫ് മോഡ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പാസ് ചെയ്യും. ഞാനൊരു സ്ട്രിംഗ് ആയിട്ട് പാസ് ചെയ്യുന്നു മാത്രം.
അറ്റാക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അറ്റാക്ക് വാല്യൂ ഈക്വൽ ടു അറ്റാക്ക് വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തു. ഞാനൊരു എൽസിഫും കൂടി എഴുതാണ്. എൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ ഞാൻ പറയുന്നത് എൽസിഫ് കുറച്ചുകൂടി കോഡ് സേഫർ ആക്കാൻ വേണ്ടിയിട്ട് മോഡ് ഈക്വൽ ടു സ്ട്രോങ് അറ്റാക്ക് ആണെങ്കിൽ അറ്റാക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതേണ്ടി വരും? ഈക്വൽ ടു സ്ട്രോങ് അറ്റാക്ക് വാല്യൂ. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള കോഡ് ബേസിക്കലി സെയിം തന്നെയാണ്. ഞാനത് കട്ട് ചെയ്യാണ്. എന്നിട്ട് ഇതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഈ അറ്റാക്ക് വാല്യൂവിന് വരെ നമ്മൾ ഈ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ അറ്റാക്ക് മോഷൻ നമ്മൾ കോൾ ചെയ്താൽ മതി നമ്മുടെ ഫംഗ്ഷനിൽ. എന്നിട്ട് കോൾ ചെയ്യുമ്പോൾ പാരാമീറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡാണ്. ആ മോഡ് ഞാൻ പാസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഇതിൻ്റെ കേസിൽ അറ്റാക്കാണ്. ഓക്കെ, സോ ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ സ്ട്രോങ് അറ്റാക്കിൻ്റെ കേസിൽ മോഡ് നമുക്ക് സ്ട്രോങ് അറ്റാക്കാണ്. ഓക്കെ, ഞാൻ സെമിക്കോളൻ നട്ട് കൊടുത്തേക്ക്. സോ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അറ്റാക്ക് മോഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മൾ പാരാമീറ്ററായിട്ട് അറ്റാക്കും സ്ട്രോങ് അറ്റാക്കും നമ്മൾ പാസ് ചെയ്യുന്നു. മോഡ് അനുസരിച്ചിട്ട് നമ്മുടെ ഡാമേജ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡാമേജ് സെറ്റ് ചെയ്യാനാണ് ഞാൻ കറസ്പോണ്ടിങ്ങിലി അറ്റാക്ക് വാല്യൂ യൂസ് ചെയ്യുന്നത്. സോ അറ്റാക്ക് വാല്യൂ വേറൊന്നും കൊണ്ടല്ല, ഡാമേജ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു മോഡ് അറ്റാക്ക് ആണെങ്കിൽ നോർമൽ അറ്റാക്ക് വാല്യൂ യൂസ് ചെയ്യും. സ്ട്രോങ് അറ്റാക്ക് ആണെങ്കിൽ സ്ട്രോങ് അറ്റാക്കിൻ്റെ വാല്യൂ എടുത്തിട്ട് യൂസ് ചെയ്യും. പിന്നെ സെയിം ലോജിക്കിൻ്റെയാണ് റൺ ചെയ്യുക രണ്ട് ടൈപ്പിനാണെങ്കിലും. ഓക്കെ, ഇതാണ് കോഡ് റീയൂസ് ബേസിക്കലി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സേവ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നുണ്ടോ നോക്കാം. അറ്റാക്ക് സ്ട്രോങ്. ഓക്കെ, നമ്മൾ ജയിച്ചു. സോ നമ്മുടെ കോഡ് ഇപ്പോൾ എഴുതിയത് വർക്കാവുന്നുണ്ട്. അറ്റാക്കും സ്ട്രോങ് അറ്റാക്കിനും നമ്മൾ ചെക്ക് ചെയ്ത് വർക്കാവുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ മോഡ് എന്തിനാണെന്ന് വെച്ചാൽ അറ്റാക്ക് ആണോ സ്ട്രോങ് അറ്റാക്ക് വേണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോഡ് നമ്മൾ പാസ് ചെയ്യുന്നത്. പിന്നെ ഫംഗ്ഷൻ സെയിം ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡീൽ മോഷൻ ഡാമേജ് കോൾ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലെയർ ഡാമേജ് കോൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യും ആറ് ലൈഫാണ് ഉള്ളതെന്ന് വെച്ചാൽ ബേസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സോ എവറിത്തിങ് ലൈക്ക് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള സിംഗിൾ പീസ് ഓഫ് കോഡായിട്ട് നല്ല വൃത്തിയിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, റീയൂസ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഡ്യൂപ്ലിക്കേറ്റ് കോഡൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. ഓക്കെ, സോ നമ്മൾ ചെക്ക് ചെയ്തു, ബ്രൗസറിലോട്ട് ചെക്ക് ചെയ്തിരുന്നു. സോ നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ ഡാമേജ് ആണ് ഇവിടെ കിട്ടുന്നത്. സ്ട്രോങ് അറ്റാക്ക് അത്യാവശ്യം നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. പിന്നെ മോൺസ്റ്റർ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിൻ നോട്ട് ലോസ് പിന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്താൽ ഇത് പേജ് കാണിക്കുന്നുണ്ട്. വിന്നായ ലോസ് ആയെന്നൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ എഴുതിയ ലോജിക്ക് കറക്റ്റാണ്. ഇനി നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അറ്റാക്കും സ്ട്രോങ് അറ്റാക്കും ഒരുവിധമായി. ഇനി നമുക്ക് 2 ബട്ടൺ ഉണ്ട്, ഹീലും ഷോ ലോഗ് ഉണ്ട്, പിന്നെ റീസെറ്റ് ബട്ടൺ ചെയ്യണം. സോ അതൊക്കെ പെൻഡിങ് ആണ്. സോ അതെല്ലാം നമ്മൾ 1 by 1 എടുത്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. സിമ്പിൾ എഴുതിയിരുന്നത്. ഇന്ന് നമ്മൾ സ്ട്രോങ് അറ്റാക്ക് ഫംഗ്ഷൻ ആഡ് ചെയ്തു, ഫംഗ്ഷൻ മാത്രമേ ആഡ് ചെയ്തുള്ളൂ. പിന്നെ അത് ഈ നമ്മൾ എഴുതിയ കോഡൊന്ന് റീയൂസബിൾ ആക്കി. ആക്ച്വലി ഇത് കാരണം ഇതിനും സെയിം ലോജിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ റീയൂസബിൾ ഫംഗ്ഷനാക്കി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ കോൾ ചെയ്യുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്. ബൈ.